യാത്ര തുടരാം താതനൊപ്പം, യാത്ര തുടരാം താതനൊപ്പം. ഇവാനിയൻ ധ്യാനയാത്ര, പാദാനുയാത്ര. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇവാനിയൻ സ്മരണകളെ ഉൾക്കൊണ്ടുകൊണ്ട് ധന്യന്മാർ ഇവാനിയസ് പിതാവിനെ പറ്റി വിചിന്തനം ചെയ്യുന്ന നാളുകളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. ഒരു ബഹുമുഖ പ്രതിഭ എന്ന നിലയിൽ മാർ ഇവാനിയസ് പിതാവിനെ നാം പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. ദീർഘദർശിയായും ക്രാന്തദർശിയായും മാർഗദർശിയായും ഒക്കെ മാർ ഇവാനിയസ് പിതാവിനെ നാം അവതരിപ്പിക്കുമ്പോഴും ഒരു ഇടയൻ എന്ന നിലയിൽ മാർ ഇവാനിയസ് പിതാവിൻ്റെ ജീവിതത്തെ നാം കൂടുതലായി അടുത്തറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മാർ ഇവാനിയസ് പിതാവിൽ വിളങ്ങി നിന്നിരുന്ന ഇടയഭാവത്തെ പറ്റി അല്പനേരം ഒന്ന് നമുക്ക് ചിന്തിക്കാം. മാർ ഇവാനിയസ് പിതാവ് ആടിൻ്റെ ചൂരുള്ള ഇടയൻ. 2013 മാർച്ച് 28 വൈദികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളാണ് ആടിൻ്റെ ചൂരുള്ള ഇടയൻ എന്നത്. വൈദികരോട് പാപ്പ പറയുകയാണ്, നിങ്ങൾ ആടിൻ്റെ ചൂരുള്ള ഇടയനായി തീരുക. ആടിൻ്റെ കൂടെ നടന്ന് ആടിൻ്റെ ഗന്ധം ഉള്ള, ആടിനെപ്പറ്റി അറിയാവുന്ന, ആടിൻ്റെ പരിമിതികൾ അറിയാവുന്ന, ആടിൻ്റെ ആവശ്യങ്ങൾ അറിയാവുന്ന നല്ല ഇടയനായി തീരുക. ഈ ഒരു തരത്തിൽ മാർ ഇവാനിയസ് പിതാവിനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ കൃത്യമായി തൻ്റെ ജനത്തിൻ്റെ ആവശ്യങ്ങളും പരിമിതികളും അറിഞ്ഞിരുന്ന നല്ല ഇടയനായിരുന്നു മാർ ഇവാനിയസ് പിതാവ്. സുവിശേഷങ്ങളിൽ യേശുതമ്പുരാൻ ഉപമയിലൂടെ അവതരിപ്പിക്കുന്ന നല്ല ഇടയനെ പറ്റി നാം ഒരുപാട് ധ്യാനിച്ചിട്ടുണ്ട്. ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കുവാൻ തയ്യാറാകുന്ന ആ നല്ല ഇടയൻ്റെ മനോഭാവമുള്ള വ്യക്തിത്വമായിരുന്നു മാർ ഇവാനിയസ് പിതാവ്. തൻ്റെ ജനത്തിൻ്റെ ആവശ്യങ്ങൾ അവർ പറയുന്നതിന് മുൻപേ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടുന്നതൊക്കെ നൽകുവാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചിരുന്നു. മാർ ഇവാനിയസ് പിതാവിൻ്റെ ജീവിതം തന്നെ അതിന് മകുടോദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പിതാവ് കൈക്കൊണ്ട വലിയ തീരുമാനങ്ങളൊക്കെയും കൃത്യമായും പറഞ്ഞാൽ ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളെയും കൂടുതൽ അടുത്തറിഞ്ഞുകൊണ്ട് അതിന് ഉത്തരം നൽകുന്ന തരത്തിലായിരുന്നു ആ തീരുമാനങ്ങളൊക്കെ കടന്നു വന്നിട്ടുള്ളത്. മാർ ഇവാനിയസ് പിതാവിൻ്റെ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെയും PT ഗീവർഗീസ് അച്ഛൻ തൻ്റെ ജീവിതത്തിൽ കൂടുതൽ ലക്ഷ്യം വെച്ചിരുന്നത് സഭയുടെ ഉന്നമനം എന്നുള്ള ഒരു പദ്ധതിയായിരുന്നു. അതിനായി യുവജനങ്ങളെ കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരാക്കി തീർത്ത് വലിയ ലോകദർശനവും വലിയ വീക്ഷണവും അവർക്ക് നൽകി വിശാലമായ ഹൃദയവും മനസ്സും അവരിൽ സൃഷ്ടിക്കുക എന്നുള്ളത് മാർ ഇവാനിയസ് പിതാവ് മുന്നിൽ കണ്ട വലിയ പദ്ധതിയായിരുന്നു. അതിനുവേണ്ടി താൻ പ്രൊഫസർ പദവിയിലൂടെ സമ്പാദിച്ചിരുന്ന സമ്പാദ്യമൊക്കെയും യുവജനങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിരുന്നു. എന്നാൽ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ത്രീകൾ അധികം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാതിരുന്നൊരു കാലഘട്ടത്തിൽ സ്ത്രീകളെയും വളരെ കാര്യമായി തന്നെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുവാൻ, അവർക്കും വിദ്യാഭ്യാസം നൽകുവാൻ മാർ ഇവാനിയസ് തിരുമേനി വളരെയേറെ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം എന്ന ആ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് യുവജനങ്ങളെ കൂടുതൽ കാര്യക്ഷമതയുള്ളവരാക്കി തീർത്ത് അതിലൂടെ സഭയുടെ ഉന്നമനത്തിന് വേണ്ടി മാർ ഇവാനിയസ് തിരുമേനി പ്രയത്നിച്ചിരുന്നു. പിന്നീട് നാം നോക്കിക്കാണുമ്പോൾ സഭയിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിരവധിയായി കടന്നു വരുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരമായി ഒരു സന്യാസ സമൂഹത്തിനെ അദ്ദേഹം മുൻപോട്ട് കൊണ്ടുവരുമ്പോൾ ആ സന്യാസ സമൂഹത്തിൻ്റെ ലക്ഷ്യമായി മാർ ഇവാനിയസ് തിരുമേനിയുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതും സഭയുടെ ഉന്നമനം, സഭയുടെ ശാന്തി എന്നുള്ളതായിരുന്നു. അത് ആത്മീയമായി വളരെയേറെ ദാഹിച്ചിരുന്ന ഒരു ജനതയ്ക്ക് അവരുടെ ദാഹത്തിനുള്ള ഉത്തരമായി മാർ ഇവാനിയസ് കണ്ടുപിടിച്ച വലിയ ഒരു സംവിധാനമായിരുന്നു. അതുകൊണ്ട് തന്നെ സന്യാസ പ്രസ്ഥാനത്തിന് ജനങ്ങളുടെ ജീവിതത്തിലെ ആത്മീയ വരൾച്ചയ്ക്ക് വലിയ ഉത്തരം നൽകുവാൻ സാധിക്കുമെന്ന് മാർ ഇവാനിയസ് തിരുമേനി ഉറച്ചു വിശ്വസിച്ചിരുന്നു. സ്വയം സന്നദ്ധരായ, തന്നെ ദൈവത്തിന് സമർപ്പിച്ച
യുവജനങ്ങളുടെ ഒരു സംഘം കൂട്ടായ്മയെ അദ്ദേഹം വാർത്തെടുത്ത് അവരിൽ നിന്ന് സന്യാസത്തോട് തീക്ഷ്ണതയുള്ളവരെ പ്രത്യേകമായി വിളിച്ചു ചേർത്തിരുന്ന ഒരു കർമ്മ പദ്ധതിക്ക് അദ്ദേഹം രൂപം കൊടുക്കുകയാണ്. സ്നേഹമാർഗത്തിലൂടെ യേശുമിശിഹായെ അവൻ്റെ പ്രവർത്തനത്തിലും പ്രാർത്ഥനയിലും അനുകരിക്കുവാൻ അനേകം വ്യക്തികളെ ആകർഷിക്കുവാൻ തക്കവണ്ണം വലിയ ഒരു സിദ്ധിയുള്ള ഒരു സന്യാസ സമൂഹത്തിനെ അദ്ദേഹം വാർത്തെടുക്കുന്നത് ജനത്തിൻ്റെ ദൈനംദിന ജീവിതത്തിലെ സങ്കടങ്ങളും പ്രയാസങ്ങളും മറക്കുവാനായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ സമാധാനമുള്ള ഒരു അന്തരീക്ഷം സഭയിൽ ഉണ്ടാകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. എപ്രകാരമാണ് സമാധാനമുള്ള സഭയിൽ സ്നേഹവും ഐക്യവും കടന്നു വരുന്നത് എന്ന് ബഥനി പ്രസ്ഥാനത്തിലൂടെ സഭയിൽ അദ്ദേഹം കാട്ടിക്കൊടുത്തു. ബഥനിയെ കാണുവാനും കേൾക്കുവാനും അനേകം പേർ മുണ്ടൻ മലയിലേക്ക് കടന്നു വന്നു എന്ന് ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തിയതിൻ്റെ പ്രധാന കാര്യം ഇതുതന്നെയായിരുന്നു. സഭയിൽ ഉണ്ടാകേണ്ട ശാന്തിയും സമാധാനവും മുണ്ടൻ മലയിലെ ബഥനിയിൽ സാധാരണക്കാർക്ക് അനുഭവവേദ്യമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ മുണ്ടൻ മലയെ തേടി ബഥനിയെ തേടി അവിടേക്ക് കടന്നു വരുവാൻ ഇടയാക്കിയത്. വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ നാം കാണുന്നുണ്ട് മാർ ഇവാനിയോസ് പിതാവ് സന്യാസ പ്രസ്ഥാനത്തിലൂടെ ചെയ്യുവാൻ പരിശ്രമിച്ച എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങളുമായി അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. മലങ്കര സഭയുടെ സ്ഥാപനത്തിൻ്റെ കാലം മുതൽ തെക്കൻ മിഷനുകളിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് മാർ ഇവാനിയോസ് തിരുമേനി പ്രവർത്തിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ നേടിയെടുക്കുവാനും അതൊക്കെ അവർക്ക് കൃത്യമായി നൽകുവാനും പിതാവ് പരിശ്രമിച്ചിരുന്നു. ഭക്ഷണമില്ലാതെ വലിയ ഒരു വറുതിയുടെ കാലഘട്ടം ഇന്ത്യ ഒട്ടാകെ ഉണ്ടായിരുന്ന ഒരു സമയം, ഗ്രേറ്റ് ഡിപ്രഷൻ എന്നോ ഗ്രേറ്റ് ഫാമിൻ എന്നോ ഒക്കെ പറയാവുന്ന ഈ കാലഘട്ടത്തിൽ അധികാരികൾ പോലും സ്തംഭിച്ചു നിന്നിരുന്ന ഒരു സമയത്ത് അമേരിക്കയിൽ നിന്ന് ഗോതമ്പും സോയാബീനും പാൽപ്പൊടിയും ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചുകൊണ്ട് അവരുടെ ഭക്ഷണത്തിനും അവരുടെ വറുതിക്കും അവരുടെ ആവശ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുവാൻ മാർ ഇവാനിയോസ് പിതാവിന് സാധിച്ചു. ജനങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി അറിഞ്ഞ ഒരു ഇടയന്റെ മനോഭാവം ഇതിലൂടെ മാർ ഇവാനിയോസ് പിതാവിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ മാർ ഇവാനിയോസ് പിതാവിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. വളരെയേറെ കഷ്ടപ്പെട്ട് അമേരിക്കയിലെ അധികാരികളും സാമൂഹിക പ്രവർത്തകരുമായി നടത്തിയ ചർച്ചയിൻ പ്രകാരം ലഭിച്ച ഈ ഭക്ഷ്യവസ്തുക്കൾ സ്വന്തം ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല, ആവശ്യമുള്ള എല്ലാവർക്കും നൽകുവാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു. ഇതുവഴി ദൈവസ്നേഹത്തിൻ്റെ അതിർവരമ്പുകൾ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുവാൻ മാർ ഇവാനിയോസ് പിതാവിന് സാധിച്ചു. ജനങ്ങളുടെ വൈഷമ്യങ്ങൾ അവർ പറയാതെ മനസ്സിലാക്കിക്കൊണ്ട് തന്നാലാകും വിധം തൻ്റെ അധികാരവും കഴിവും ഉപയോഗിച്ച് അവയൊക്കെ നേടിയെടുക്കുവാൻ, അവയൊക്കെ ജനങ്ങൾക്ക് സംലഭ്യമാക്കുവാൻ മാർ ഇവാനിയോസ് തിരുമേനി എന്ന നല്ല ഇടയൻ എല്ലായ്പ്പോഴും പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. വീണ്ടും മുൻപോട്ട് കടന്നു പോകുമ്പോൾ നാം കാണുന്നുണ്ട് സാമൂഹിക പരിഷ്കർത്താക്കളുടെ ഒരു വലിയ നീണ്ട നിര തന്നെ കേരളത്തിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും കെ കേളപ്പനുമൊക്കെ വാണിരുന്ന ആ കാലഘട്ടത്തിൽ മാർ ഇവാനിയോസ് തിരുമേനിയും തൻ്റേതായിട്ടുള്ള നവോത്ഥാന പരിശ്രമങ്ങൾ നടത്തിയതായി നാം കാണുന്നുണ്ട്. മാറുമറയ്ക്കുവാൻ വളരെയേറെ കഷ്ടപ്പെട്ടിരുന്ന, അതിന് ഒരു തരത്തിലും അനുവാദം ലഭിക്കാതിരുന്ന അവശ സമൂഹത്തിനെ മാറുമറപ്പിച്ചുകൊണ്ട് കൈത്തറി പ്രസ്ഥാനത്തിന് ജീവൻ നൽകിയ ഒരു വ്യക്തിത്വം കൂടെയായിരുന്നു മാർ ഇവാനിയോസ് പിതാവ്. ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് വലിയ തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രാർത്ഥന എന്ന മാർഗത്തിലൂടെ മാർ ഇവാനിയോസ് പിതാവിന് എന്നും സാധിച്ചിരുന്നു. വീണ്ടും സഭയിലേക്ക് കടന്നു വരുമ്പോൾ സഭയിൽ വേദപാഠം കുട്ടികൾക്കായി ഉണ്ടാകണമെന്ന് ശാഠ്യം പിടിച്ച വ്യക്തിത്വമായിരുന്നു മാർ ഇവാനിയോസ് പിതാവ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസ വഴിയിൽ ആഴമായി വളരുകയും അവരെന്തു പഠിക്കുന്നുവോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നുള്ള ഉറച്ച ബോധ്യവും മാർ ഇവാനിയോസ് പിതാവിന് ഉണ്ടായിരുന്നു. 1943 നവംബർ മാസം 29 അഭിവന്യ പിതാവ് എഴുതിയ ഇടയലേഖനത്തിൽ എപ്രകാരമായിരിക്കണം വേദപാഠം നടത്തേണ്ടതെന്നും എപ്രകാരം അതിനുവേണ്ടി അധ്യാപകർ ഒരുങ്ങണമെന്നുമുള്ള കാര്യങ്ങളും അതിൻ്റെ കരിക്കുലം
എന്നീ കാര്യങ്ങളെപ്പറ്റി വളരെ കൃത്യമായി മാർ യോഹന്നാനോസ് തിരുമേനി അവതരിപ്പിക്കുന്നുണ്ട്. അതുവഴി സഭാജീവിതത്തിൽ വേദപാഠത്തിനും അതുപോലെ തന്നെ സഭാജീവിതത്തിൽ എപ്രകാരമാണ് ബൈബിൾ വായനയ്ക്കും നാം കൂടുതലായി പ്രത്യേകത നൽകേണ്ടത് എന്ന് മാർ യോഹന്നാനോസ് തിരുമേനി നമ്മളെ പഠിപ്പിക്കുകയാണ്. 1942 ഏപ്രിൽ 18 കുടുംബങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാർ യോഹന്നാനോസ് തിരുമേനി എഴുതിയ മറ്റൊരു ഇടയലേഖനം കൂടിയുണ്ട്. ഈ ഇടയലേഖനത്തിൽ കുടുംബ പ്രാർത്ഥനയുടെ പ്രത്യേകതകളെ പറ്റിയും അതിൻ്റെ ആവശ്യകതയെ പറ്റിയും മാർ യോഹന്നാനോസ് തിരുമേനി നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. എപ്രകാരമാണ് കുടുംബ പ്രാർത്ഥന നടത്തേണ്ടതെന്നും കുടുംബ പ്രാർത്ഥന കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നും ജനങ്ങൾക്ക് സാധാരണ ഭാഷയിൽ മാർ യോഹന്നാനോസ് തിരുമേനി വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. ആ ഇടയലേഖനത്തിലെ 2-3 വരികൾ ഉദ്ധരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുടിലുകളിൽ ദൈവഭക്തി ഇല്ല എങ്കിൽ ദൈവാലയങ്ങൾ വിജനമായി തീരും. ശത്രുക്കൾക്ക് മഹാമന്ദിരങ്ങൾ വിട്ടുകൊടുത്താലും ചെറുകുടിലുകൾ നമ്മുടെ കൈവശമുണ്ട് എങ്കിൽ യാതൊരു ഛേദവും നമുക്ക് വരില്ല എന്ന ബോധ്യം മാർ യോഹന്നാനോസ് തിരുമേനിക്ക് ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന വലിയ ഒരു കാഴ്ചപ്പാടാണ് മാർ യോഹന്നാനോസ് തിരുമേനി തൻ്റെ ഇടയലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വലിയ മഹാസൗധങ്ങൾ ശത്രുക്കൾക്ക് വിട്ടുകൊടുത്താലും കുടുംബങ്ങളെ വിട്ടുകൊടുക്കരുത് എന്ന് മാർ യോഹന്നാനോസ് തിരുമേനി പറയുമ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്കും കുടുംബങ്ങൾക്കും സഭയിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് ആ മഹാ ഇടയന്റെ ദീർഘവീക്ഷണം നമുക്ക് കൂടുതൽ വെളിവായി തീരുന്നു. മാർ യോഹന്നാനോസ് തിരുമേനി ആദ്യമായി ആരംഭിച്ച മിഷൻ സ്ഥലങ്ങളിലൊക്കെയും ജനങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും നൽകുന്നതിൽ അദ്ദേഹം വളരെയേറെ പരിശ്രമിച്ചിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് അന്യമായിരുന്ന വിദ്യാഭ്യാസം വളരെ ലഘുവായ രീതിയിൽ അന്നത്തെ കന്യാസ്ത്രീകളെയും വൈദികരെയും ഉപയോഗിച്ച് ലഭ്യമാക്കുവാൻ മാർ യോഹന്നാനോസ് തിരുമേനിക്ക് സാധിച്ചിരുന്നു. മാത്രമല്ല, ഒരു മിഷൻ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പലപ്പോഴും വലിയ വലിയ ഇടവകകളോ വലിയ വലിയ പ്രസ്ഥാനങ്ങളോ സ്ഥാപിക്കാതെ അതിനപ്പുറമായി ചെറിയ ചെറിയ സ്കൂളുകളും പള്ളിക്കൂടങ്ങളും സ്ഥാപിച്ചുകൊണ്ട് മാർ യോഹന്നാനോസ് തിരുമേനി അവരുടെ ഇടയിലേക്ക് വിദ്യാഭ്യാസം എന്ന വലിയ വെളിച്ചം കൊണ്ടുകൊടുക്കുവാൻ പരിശ്രമിച്ചു. ജനങ്ങളെ അഭ്യസ്ത വിദ്യരാക്കി വലിയ കാഴ്ചപ്പാടും വലിയ തുറവിയുമുള്ളവരാക്കി തീർക്കുവാൻ മാർ യോഹന്നാനോസ് തിരുമേനിയിലെ ഇടയൻ പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു. ആടുകൾക്ക് അപ്പവും ഒപ്പം ആലയിലേക്കുള്ള വഴിയും കാട്ടിക്കൊടുത്ത ആ മഹാ ഇടയൻ ഇന്നത്തെ പൗരോഹിത്യ ജീവിതത്തിന് മുൻപിൽ വലിയ ഒരു വെല്ലുവിളി സൃഷ്ടിക്കുകയാണ്. നാം ഓരോരുത്തരും നമ്മുടെ പൗരോഹിത്യ ജീവിതത്തിൽ, നമ്മുടെ സന്യാസ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എത്രമാത്രം നമ്മുടെ സഹോദരങ്ങളുടെ സങ്കടങ്ങൾ കണ്ടറിയുന്നു എന്ന് ഒന്ന് ആത്മപരിശോധന നടത്തുക. പലപ്പോഴും അന്യന്റെ വേദനകൾ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കുവാൻ പരിശ്രമിക്കുന്ന, അല്ലെങ്കിൽ അന്യന്റെ വേദനകളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ വിമുഖത കാട്ടുന്ന നാം ഓരോരുത്തർക്കും വലിയ ഒരു മാർഗദർശി എന്നവണ്ണം മാർ യോഹന്നാനോസ് തിരുമേനിയിലെ ഇടയൻ മുന്നിൽ നിൽക്കുന്നു. മാർ യോഹന്നാനോസ് തിരുമേനി നമുക്ക് കാട്ടിത്തന്ന മാതൃക ഇതാണ്. ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അതിനുള്ള ഉത്തരം നൽകിക്കൊണ്ട് ദൈവത്തെ അവർക്ക് കാട്ടിക്കൊടുക്കുക. ദൈവസേവനം ദൈവസമ്പാദ്യത്തിലൂടെ ലഭ്യമാക്കുക എന്നുള്ള ഒരു മഹാ ഇടയന്റെ കാഴ്ചപ്പാടും ആ ഒരു വൈദഗ്ധ്യവും നമുക്ക് വരും കാലഘട്ടത്തിൽ സായുധമാക്കുവാൻ പരിശ്രമിക്കാം. ദൈവസേവനങ്ങൾക്കായി നാം മുതിരുമ്പോൾ ഈ ഇടയന്റെ മനോഭാവം നമുക്കുണ്ടായിരിക്കട്ടെ. ദൈവത്തെ ദൈവസേവനത്തിലൂടെ നൽകുവാൻ ദൈവസമ്പാദനം നമ്മുടെ കൈവശമുണ്ടായിരിക്കട്ടെ. വലിയ പ്രാർത്ഥനകളിലൂടെ ലഭിച്ച അനുഗ്രഹവും സിദ്ധിയും വൈദഗ്ധ്യവും മാർ യോഹന്നാനോസ് തിരുമേനി എപ്രകാരമാണ് തൻ്റെ ദൈവസേവനത്തിൽ ഉൾക്കൊള്ളിച്ചത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ പരിശ്രമിക്കാം. ആ ഇടയന്റെ ജീവിത മാതൃക പിന്തുടർന്നുകൊണ്ട് യേശു തമ്പുരാനെ എല്ലാ ജനതകൾക്കും കലർപ്പില്ലാതെ നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.